ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഗെയിമിംഗ് തമ്പുരാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മൈനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഡയമണ്ട് ആർമറിനുള്ള സമയമായി. എന്താണെന്ന് വെച്ചാൽ ഈ അയൺ ആർമർ ഇട്ട് നടന്ന പണിയാണ്. എനിക്കൊരു വലിയ ഹൗസ് സെറ്റപ്പ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഒന്ന് ഡയമണ്ട് ഇന്ന് മൈനിങ്ങിന് പോവുകയാണ്. അപ്പം അധികം സമയം വേസ്റ്റ് ആക്കാതെ ലെറ്റ്സ് ഗോ ഗൈസ്. അതിന് മൈനിങ്ങിന് പോകാൻ ഞാനൊരു കേവിൻ്റെ അടുത്താണ് വെച്ചിട്ടുണ്ടായത്. ഇതാണ് ആ കേവ്. ഇത് വേണോ അല്ലേ വേറെ നല്ല കേവ് ഞാൻ നോക്കട്ടെ. അതാ ഈ നമ്മളെ ഈ കേവ് ഇത് കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും നല്ല കേവ് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ലാഭമായിരിക്കും. ഓക്കെ, നമുക്കാദ്യം പോകുന്ന വഴിക്ക് കുറച്ച് കോൾ എടുത്തിട്ട് തന്നെ പോവുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടോർച്ച് വേണം ഗൈസ്. ടോർച്ചിന് കോള് അത്യാവശ്യമാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ ബിഗിനേഴ്സ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ടിപ്പായിക്കൊണ്ട് എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അധികം സമയം കളയാതെ ഞാൻ ഈ കോളൊക്കെ അങ്ങ് മൈൻഡ് ചെയ്ത്. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ 28 കോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പേയും കുറച്ച് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇവിടെയും കുറച്ചുണ്ട്. അതുമെല്ലാം നമുക്ക് അങ്ങ് എടുക്കാം. ഓക്കെ, ഇത് കുറേ ഉണ്ടല്ലോ. കുറച്ചിങ്ങോട്ട് താഴെ പോവാം ഗൈസ്. അങ്ങനെ നൈറ്റായി. ഇവിടെ അടുത്തെങ്ങാണ്ടൊരു വില്ലേജ് കാണണമായിരുന്നു. വില്ലേജ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇതിൻ്റെ മേലെ എങ്ങാണ്ട് ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ഈ മല മൊത്തം അങ്ങ് കയറണമല്ലോ ഗൈസ്. ഞാൻ അങ്ങനെ മത്സരിച്ച് ഞാൻ ഈ മല കയറുകയാണ്. എൻ്റെ പൊന്നോ, കയറി മക്കളെ. രാത്രിയായി. ഇപ്പം തന്നെ മറ്റേ സോംബി സ്കെൽട്ടണും ക്രീപ്പറൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. താഴെ ഉണ്ടാവും. അതാ ഒരുത്തനത് അവിടെ നിൽക്കുന്നു. ഓക്കെ, ഇതെല്ലാം അങ്ങ് കയറണ്ടെങ്കിൽ വേറെ പണിയൊന്നുമല്ല ഗൈസ്. നല്ല ഒന്നൊന്നര പണിയാണ്. ഞാനിതിൽ മിക്കവാറും ചാവേണ്ട എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ചാവും ഞാൻ ഉറപ്പാ. കയറി മോനെ, കയറി. ഈ മലയിൽ ഇവന്മാരങ്ങനെ സ്പോൺ ആവൂല എന്ന് തോന്നുന്നു. അതാ ഒരുത്തൻ്റെ ഒച്ച കിട്ടിയാൻ മുഞ്ചിന്ന് തോന്നല്ലോ. ഒരുത്തൻ്റെ അലറിൽ ഞാൻ കേട്ടു. അത് സാറില്ല, നമുക്ക് സോഡും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാം. അതാകുമ്പോൾ കുറച്ച് സേഫായിരിക്കും. ഏതോ ഒരുത്തൻ എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. അതാ വില്ലേജ്. ക്രീപ്പർ ഗൈസ്, ഇത് സീനാണ്. നമുക്ക് ഏതെങ്കിലും വീട്ടിൽ കയറി കിടന്നുറങ്ങാം. ഓക്കെ, അവിടെ ഒരു വലിയ വീട് കാണുന്നുണ്ട്. അതിൽ പോയി കയറി ഉറങ്ങാം. അപ്പൂപ്പൻ വരുന്നു മുഞ്ചിമക്കൾ. അമ്മ കയറി. എന്നാൽ ഞാനൊന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആകുമ്പോൾ നിങ്ങളെ തിരിച്ച് കാണാം. ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് സോംബികൾ വന്നതിനായിരുന്നു. ഓക്കെ, നമുക്ക് ഇരുന്ന് ലൂട്ടൊക്കെ ചെയ്യാം. നമുക്ക് വേണ്ടാത്ത സാധനങ്ങളിൽ ഇതിൻ്റെ അകത്ത് അങ്ങ് കയറ്റി വെക്കാം. അതാകുമ്പോൾ നമുക്ക് ഇൻവെൻട്രീൻ്റെ സ്പേസ് ലാഭിക്കാമല്ലോ. അങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഗൈസ്. നമുക്കിനി ഈ വില്ലേജിൽ നിന്ന് ഫുഡ് എവിടെ നിന്നെങ്കിലും കിട്ടുവാൻ പറ്റാൻ നോക്കാം ഗൈസ്. ഇതിൻ്റെ FPS തീരെ ശരിയില്ല. എൻ്റെ അമ്മോ, സ്റ്റക്കായിട്ട് എൻ്റെ അമ്മോ ഗൈസ്. ക്ഷമിക്കണം ഗൈസ്, ഇതിൻ്റെ FPS തീരെ ശരിയില്ല. ഞാൻ കൂട്ടിൻ്റെ അകത്തായി പോയി. ഇവിടെ നിന്ന് ഇറങ്ങണം. എൻ്റെ മോനെ, ഇതിൻ്റെ അകത്ത് എന്തുണ്ടാകും? ഇവിടെ എന്താ ഉണ്ടാവുക? ഇതെന്തെന്നാടേ? ഒരു ബുക്കുണ്ട്. ബുക്ക് അവിടെ നിന്നോട്ടെ. നമുക്ക് പിന്നെ എൻചാൻറ്റിങ് ടേബിളൊക്കെ സെറ്റാക്കാൻ പോകുമ്പോൾ അതങ്ങ് എടുക്കാം. ഇപ്പോൾ അത് അവിടെ തന്നെ നിന്നോട്ടെ. അപ്പോൾ എൻ്റെ ഹെൽത്ത് ഇപ്പോൾ തീരും. ഓക്കെ, നമുക്ക് ഇതെൻ്റെ FPS. ഇപ്പം ബഗ്ഗടിച്ചിട്ട് ഇതിപ്പോൾ എത്ര? 26 FPS. എൻ്റെ മോനെ, എൻ്റെ അമ്മോ, ഇത്രയും ഗതികെട്ടൊരവസ്ഥ. നമുക്കിവിടുന്ന് കുറച്ച് ഹേബെയിലും എടുത്തേക്കാം. ഹേബെയിൽ 2 ഗൈസ്. നമ്മളങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഫുള്ള് പൂക്കൾ, പനിനീർ പൂക്കൾ. ഓക്കെ, എൻ്റെ അമ്മ, ഇവിടെ എങ്ങനെ ഹേബെയിലുണ്ടോളി? ഹേബെയിലൊന്നും കാണുന്നില്ല. ഈ വീട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും ഇത് നമ്മൾ നേരത്തെ കയറിയ വീടല്ലേ. ഓക്കെ, വീട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കാം. എൻ്റെ പൊന്ന് ഗായ്സേ, ഇത് എന്തോന്നാടി ഈ FPS കളിക്കുന്നത്? എൻ്റെ പൊന്നോ, ബഗ് ഗൈസ്. ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഇങ്ങനെ ആകുന്നതിൽ?
എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ FPS 1.5 FPS ആണ്. എൻ്റെ അമ്മ എനിക്ക് പണി തരുന്നതാണ് ഇത്. നോക്കാം, ഇവിടെ ഒന്നുമില്ല, കാണുന്നില്ല. പക്ഷെ എനിക്ക് ദേഷ്യം വരുന്നു എൻ്റെ പൊന്നെ. ഇവിടെയൊന്നുമില്ല ഗൈസ്. എന്നാൽ നമുക്ക് നേരെ മൈനിങ്ങിന് പോയാലോ? ഞാൻ കേവിൻ്റെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. ഞാനങ്ങനെ കേവിൻ്റെ അടുത്ത് എത്തി. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ചെറിയ ലോക്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 41 ഉണ്ടത്. എൻ്റെ ഹങ്കർ ബാർക്ക് തീർന്നു. ഓക്കെ, ഞാൻ കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. ഏതായാലും 13, 17, 25, 29, 33, 40. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത്ര മതി. ഓക്കെ, നമുക്കിത് കുറച്ചും കൂടി കോളുണ്ട്. നമുക്ക് കോള് കുറേ എടുക്കുക. കോളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എടുക്കാം. നമുക്ക് ബ്രിഡ്ജ് നമ്മളിങ്ങനെ ചെയ്യും. ബ്രിഡ്ജല്ല, സോറി, പില്ലർ ചെയ്യണ്ടേ. ഇത് മതി. നമുക്കിതെടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എൻ്റെ പൊന്നെ, 11, 12, 13, 14. ഗൈസ്, അങ്ങനെ 54 കോളുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ. 54 കോള്. ഈ കേവിൽ അവിടെയും കുറച്ച് കോളുണ്ട്, അതും എടുക്കുക. എൻ്റെ പൊന്നെ, ജസ്റ്റ് മിസ്. ഇവിടെ വേണ്ട, ഇത് സേഫ് അല്ല. എൻ്റെ അമ്മോ, ഇവിടെ മറ്റേ സോംബിയും കൂമ്പിയൊക്കെ ഉണ്ട്. സോംബി ഇവിടെ ചാട്. എൻ്റെ പൊന്നെ, അന്നിപ്പോൾ അവൻ തീർക്കും. ഓടിക്കോ, വേഗം ഓടിക്കോ. ഇതൊന്നും വേണ്ട. ഇതൊക്കെ എന്തിനാണ് എൻ്റെ ഇൻവെൻറ്ററിയിൽ വരുന്നത്? ഈ മീനും വേണ്ട. അതെടുത്ത് കയ്യിൽ നിന്നോട്ട്. ഓക്കെ, നമുക്ക് ഇനിയും കോള് വേണം. ഇത്ര പോരെ? ഇത്ര വേണ്ട, നമുക്ക് റിസ്ക് എടുക്കണ്ട. ഇത് കുറച്ച് വലിയ കേവാന്ന് തോന്നുന്നു. മോൻ, ഇത് കണ്ടിട്ടൊരു വലിയ കേവ് പോലെ ഉണ്ട്. നമുക്ക് റിസ്ക് എടുക്കണ്ട. നമുക്ക് അവിടെ കുറച്ച് കോളൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ എടുക്കുക. അങ്ങ് എടുക്കുക, പോവുക. അതന്നെ, വേറെ ചോദ്യങ്ങളൊന്നുമില്ല. കോൾ എടുക്കുക, പോവുക. ഓക്കെ, ഞാൻ എടുത്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമുക്ക് ഒരു സ്റ്റാക്കും 13 കോളായിട്ടുണ്ട്. എൻ്റെ പിക്കാക്സിൻ്റെ ഹെൽത്തും പകുതി ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഈ FPS വെച്ച് ഞാൻ എങ്ങനെ കേവുന്നത്, ഈ ഡേഞ്ചറുകളൊക്കെ ഫേസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പേടി. FPS വൻ അബദ്ധമാണ്. അബദ്ധം എന്ന് വെച്ചാൽ വൻ അബദ്ധം. ഓക്കെ, ഇവിടെ അല്ലേ നമ്മളെ കേവ്? ഇതല്ലേ ഈ കേവല്ലേ? ഇതല്ല. എൻ്റെ പൊന്നെ, ഈ FPS കൊണ്ട് ഞാൻ തുന്നം പേടി. ഓക്കെ, നമുക്ക് കേവിലേക്ക് പോവാം. എനിക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്. നിങ്ങൾ എന്നെ ഒന്ന് സമാധാനിപ്പിക്ക്. ഞാനിതിൽ എന്തായാലും ചത്താൽ എന്നെ ഒരു കുറ്റമെന്നും പറയരുത് പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാം. ഡ്രിപ്പ് സ്റ്റോൺ കേവ് ആണ്. ഇവിടെ മറ്റേ ക്രീപ്പർ അണ്ണനും മറ്റേ സോംബി അണ്ണനൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ എൻ്റെ അണ്ണന്മാരാണ്. കുറച്ചും കോൾ ഇത്ര തന്നെ മതി. ഗായ്സ്, ഇവിടെ ഒരു എൻഡർമാൻ ഉണ്ട്. അവൻ്റെ ഇത് ഞാൻ കണ്ട് ഗായ്സ്. ഞാൻ താഴെ എൻഡർമാൻ എന്നെ അടിച്ച്. മേലേക്ക് പോവാ ഗായ്സ്. എൻഡർമാൻ എന്നെ അടിച്ച്. ഞാൻ അതിനെ നോക്കി. അപ്പോൾ ഞാൻ ചത്ത്. ഈ FPS കാരണം ഗൈസ് ഞാൻ ചത്തത്, ഉറപ്പ്. എത്തി ഗൈസ്. ഞാനങ്ങനെ വീണ്ടും ഈ കേവിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ താഴേക്ക് എങ്ങനെ എത്തും? ഓക്കെ, ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് ടോർച്ച് ഉണ്ട്. കുറച്ച് ടോർച്ച് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ ഒന്നും ഒരു അപകടവും വരില്ലല്ലോ. ഈശ്വര കാത്തോളിനെ. ഓക്കെ, കുറച്ചും കൂടി താഴോട്ടു. എൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ പിക്കാസും കാര്യങ്ങളൊക്കെ ഇവിടെ അതെല്ലാം ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് പോയി നിലംപതിച്ചിരുന്നു. നമുക്കിതൊക്കെ എടുത്ത് അങ്ങ് വെക്കാം ഗൈസ്. എൻ്റെ പിക്കാസ് എൻ്റെ ഒരു വസ്തു കാണുന്നില്ല. ഇവിടെ ടോർച്ച് വെക്കാം. ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ മഹാഭാഗ്യം, ഒന്നും പോയില്ലല്ലോ. ഷീൽഡ്. എൻ്റെ സോർഡും പിക്കാസും എന്തിയേ? അവിടെ എൻ്റെ സോർഡും പിക്കാസും എല്ലാം ഉണ്ട്. ലോഗ്. ഓക്കെ, ഇതങ്ങെടുത്ത് എക്വിപ്പ് ചെയ്യാം. സോൾഡ്. ഓക്കെ, എൻ്റെ പിക്കാസിൻ്റെ ഹെൽത്ത് പകുതി ആയിട്ടുണ്ട്. അവിടെ കുറച്ച് അയേൺ ഉണ്ട്, അതങ്ങ് എടുത്താലോ? കാരണം എന്ന് വെച്ചാൽ നമുക്ക് പോകുന്ന വഴിക്ക് പിക്കാസ് പൊട്ടിയാൽ പുതിയ ഒരെണ്ണം ഉണ്ടാക്കാൻ. ഓക്കെ, ഇതങ്ങ് മൈൻഡ് ചെയ്തെടുക്കാം.
രണ്ടെണ്ണേ ഉള്ളോ? പിന്നെ എന്തിനാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ഒരു വലിയ ഇതാണ്, കേവാണ് ഗൈസ്. ഈ കേവ് ഡ്രിപ്പ് സ്റ്റോൺ ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അത് സ്കെലറ്റൺ, എൻ്റെ പൊന്നേ. ക്രീപ്പർ, ഇവനെ വെച്ചൊരു പണി കൊടുക്കാം. അതെ, പോടാ പോടാ. അതാ പൊട്ടിയാ. ഓക്കെ, അവൻ ചത്ത്. അല്ല പിന്നെ എന്നോട് കളി. ഇവിടെ വീണ്ടും ഉണ്ടാവോ? ഉണ്ടാവല്ലേ ഈശ്വരായ്. ഗൈസ്, എനിക്ക് തെറ്റും പേടിയുള്ള സംഭവമാണ് ഈ മൈനിങ്. ഗൈസ്, അതിൻ്റെ അടിയിലോട്ട് നമുക്ക് പോയി നോക്കാം. ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടാവേണ്ടിയിരിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. ഗൈസ്, ഇതെന്തൊക്കെയാണ് ഈ പെരുവഴി? എങ്ങോട്ടാണ് ഗൈസ് ഈ പെരുവഴി പോകുന്നത്? അടിയിലോട്ട് വഴിയൊക്കെ കാണുന്നുണ്ട്, നമുക്ക് അതിലൊക്കെ അങ്ങ് പോവാം. ഓക്കെ, വഴിയൊക്കെ കാണുന്നുണ്ട്. ഇത് ഡെഡ് എൻഡ് ആവുന്നു ആയിരിക്കറിയാം, ദൈവത്തിനറിയാം. ഇതേതാണ് ഈ സ്ഥലം? ഒരു പരിചയമില്ലാത്ത സ്ഥലം. ഗൈസ്, നമുക്ക് താഴേക്ക് പോവാം അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. കേവ് ഇത് കുറച്ചൊന്നല്ല, ഇത് ഒരുപാട് വലിയ കേവാണ് ഗൈസ്. ഓക്കെ, അതാണ്ട് ഒരു സോംബി വരുന്നത്. അവനെ തീർക്കണം. പോടെ കൊച്ചേർക്ക, നീ ഒന്നും എന്നെ കൊല്ലാനായിട്ടായിട്ടില്ല. ഗൈസ്, ഈ എൻഡർമാൻ്റെയും പിന്നെ ഒരു സാധനമുണ്ട്, വിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതിനെയാണ് എനിക്ക് പേടി മെയിനായിട്ട്. അവന്മാരെങ്ങാണ് എന്നെ കണ്ട് കഴിഞ്ഞ സോംബി. ഗൈസ്, ഇതെന്നാ സോംബിയുടെ താവളോ? ഇതെന്താ എവിടെ നോക്കിയാലും സോംബികൾ? അവൻ വന്ന് എന്നെ അടിക്കാൻ നോക്കുന്നുണ്ട്. ഇല്ല, അത് ഞാൻ ഏതോ ഡ്രിപ്പ് സ്റ്റോണിൽ കയറി ചാടി. അതെൻ്റെ ഫോൾട്ട് തന്നെയാണ്. എൻ്റെ പൊന്നെ, എവിടെയെങ്ങാനും ആരും ഇല്ലല്ലോ. സ്പൈഡർ ഉണ്ട് അങ്ങോട്ട് നിൽക്കുന്നത്. നമുക്ക് താഴേക്ക് മെല്ലെ പോവാം. സേഫ്റ്റി ഫസ്റ്റ്. ഇതാ വീണ്ടും ഈ ഡ്രിപ്പ് സ്റ്റോൺ എന്നെ പേടിപ്പിക്കുന്ന ഗൈസ്. ഞാൻ അറിയാണ്ട് ഡ്രിപ്പ് സ്റ്റോണിൽ കന്ന് ചാടും. താഴേക്ക് പോവാം. എവിടെ നോക്കിയാലും ഡ്രിപ്പ് സ്റ്റോൺ ആണല്ലോ ഡേ. ഓക്കെ, നമുക്ക് മെല്ലെ പോവാം. ഓക്കെ, ഗൈസ്, ഈ താഴോട്ട് ഇറങ്ങൽ ഗൈസ്, ഞാനങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഡയമണ്ട് കിട്ടുമായിരിക്കും. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തുണ്ട്? നമുക്ക് ഈ ക്രീപ്പറിനെ വെച്ച് തന്നെ ഒരു പണി കൊടുക്കുക ഈ സോംബിക്ക്. അപ്പം അങ്ങനെ പോകണ്ട. ഗൈസ്, സ്കെലറ്റൺ മോനെ സി ഗൈസ് വരുന്നുണ്ട്. പൊട്ടിത്തെറിയടാ അങ്ങോട്ട്, പൊട്ടിത്തെറി മോനെ. അവന് പണി കിട്ടിയിട്ടുണ്ട്. ഒരു സ്കെലറ്റൺ. ഗൈസ്, ഈ കേവ് ഒരു ബടുക്കൂറ്റ സൈസ് കേവും, അതിനകത്ത് നിറച്ചും മോസ്. ഞാനിതെങ്ങനെ ഫേസ് ചെയ്യും? മക്കളവിടെ നിന്നോട്ടോ, അണ്ണം പിന്നെ വരാം. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. അങ്ങോട്ടൊന്നും പോകാനും കഴിയുന്നില്ല. ഇവിടെയൊന്നും ഡയമണ്ട് ഇല്ലടേ. പണ്ടൊക്കെ എനിക്ക് എത്ര ഡയമണ്ടാണ് കിട്ടിയേ. എൻ്റെ അമ്മോ ഗൈസ്, ഇതിൻ്റെ FPS എന്ത് ഇങ്ങനെ? ഇത് എന്തൊരു FPS എവിടെയാണ്? ഞാൻ ഈ ഫോൺ നിങ്ങൾക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല. അമ്മാതിരി ഗെയിമിങ്ങിന് സ്യൂട്ടബിൾ അല്ലേ ഈ ഫോണ്. അതെന്താ അവിടെ നിൽക്കുന്നത്? ഹായ്, ഒരു ക്രീപ്പറല്ലേ അവിടെ നിൽക്കുന്നത്? ഓക്കെ, ഗൈസ്, ഇങ്ങോട്ട് വന്നിട്ട് പൊട്ടിത്തെറിക്കും മക്കളെ. ഒരു പടല്ലേ വരുന്നത്. എൻ്റെ മോനെ, അപ്പന്മാരിങ്ങനെ ചാവുന്ന കാണാൻ എന്തോ ഒരു രസം അറിയാം. ചാവടാ. ഇവിടെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക? ഈ ഡയമണ്ടിൻ്റെ അടുത്ത് ഈ വെള്ളത്തിൻ്റെ അടുത്ത് അധികം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ. സത്യമാണെന്നായിരിക്കും അറിയാം. വീണ്ടും പൊട്ടിയവൻ. ഗൈസ്, എൻ്റെ ഹങ്കർ ബാർ. എൻ്റെ പൊന്നി, ഇവന്മാരെയൊക്കെ ഞാനെങ്ങനെ ഹാൻഡിൽ ചെയ്യും?
ഡയമണ്ട് ആണെങ്കിൽ കിട്ടുന്നുമില്ല. ഇതൊന്നും ഡയമണ്ട് ഇല്ല. ഗൈസ് ഞാനിതൊരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഈ ഗെയിം മോഡ് പീസ്ഫുൾ ആക്കാൻ പോകുകയാണ്. ഗൈസ് ഞാനങ്ങനെ പീസ്ഫുൾ മോഡാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ അയൺ ആർമറും വെച്ചുകൊണ്ട് ഇവരോട് പൊരുതാൻ പറ്റുന്നില്ല. ഭയങ്കര ടഫാണ്. ഡയമണ്ട് ആർമർ ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇനി ഇവിടെ നമുക്ക് സുഖമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഒന്നിനെയും പേടിക്കണ്ട. ഇങ്ങനത്തെ ലാവ അങ്ങനത്തെ കുറേ എണ്ണത്തിനെ പേടിക്കണ്ടു. കുറച്ച് ഗോൾഡ് ഉണ്ട്, നമുക്ക് ബയ്യ ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഗൈസ് ഞാനങ്ങനെ ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. ഇവിടെ എങ്ങാനും ഉണ്ടാവും. ഓക്കെ, ഇതാ ഇവിടെയും കുറച്ച് ഗോൾഡ് ഉണ്ട്, അതും എടുക്കാം. ഇതെന്താണ് നമ്മൾ ഡയമണ്ട് മൈനിങ്ങിനാണ് വന്നത്, അല്ലാതെ ഗോൾഡ് മൈനിങ്ങിനല്ല. ഷിഷ്, എൻ്റെ അമ്മോ താഴെ ലാവയുണ്ടോ എന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ മൈൻ ചെയ്യാം. ലാവിയില്ല, ലാവയൊന്നുമില്ല, പേടിക്കണ്ട. ഇവിടെ ഫുള്ള് കുറ്റാക്കൂരി ഇരുട്ട്. ഓക്കെ കമ്മോ. ഓക്കെ ഗൈസ്, എന്നിട്ടും ഇതിൻ്റെ FOV ശരിയായിട്ടില്ല. എൻ്റെ പൊന്നോ, ഈ ഫോൺ ഉണ്ടാക്കിയോണ്ട് ഞാൻ നമിച്ച്. ഇവിടെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഈ കേവ് ഒരു വലിയ കേവാണ്. എങ്ങനെ ഡയമണ്ട് കാണുന്നുമില്ല, വലിയ ഇരുട്ടായ കേവും. ഡയമണ്ട് കാണുന്നില്ല. ഡയമണ്ട് ഇവിടെ എങ്ങനെ ഉണ്ടാവുമോ? ഇവിടെ ഒന്നും പോകണ്ട, എനിക്ക് പേടിയാവുന്നു. ഇവിടെ ഒന്നും പോകണ്ട, ഒന്നും പെട. ഗൈസ് എവിടെയെങ്ങാനും ഒരു മൈൻ ഷാഫ്റ്റ് എങ്ങാനും കിട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ പാതി പണി ശരിയായിക്കോളും. കുറച്ച് ലാപ്പിസ് ഉണ്ട്, ഇതങ്ങ് എടുത്തേക്കാം. ഒന്നോ ഗൈസ്, അങ്ങനെ ഒടുവിൽ നോക്കിയ ഡയമണ്ട്സ്. അപ്പം നമുക്കിതൊക്കെ മൈൻ ചെയ്യാം. 1 2 3 4. ഇപ്പോൾ എത്ര 4 എണ്ണമായി അല്ലേ? 4 ഡയമണ്ട്സ് ആയി. പിന്നെ 1 2 3 4. ഓക്കെ, നമുക്ക് ഇനിയും കിട്ടാതിരിക്കില്ല. ഇനി ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെയൊക്കെ ഉണ്ടാവും. ഗൈസ് എൻ്റെ ടോർച്ചും തീരാറായി. ഞാൻ കുറേ സമയം കിടന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. എൻ്റെ ടോർച്ചും തീരാറായി. പക്ഷേ താഴേക്ക് പോവാം. നമുക്ക് താഴേക്ക് പോവാം. ഇവിടെ ഇല്ല. ഗൈസ് എൻ്റെ ടോർച്ച് തീർന്നു. നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. അതിനാദ്യം വുഡാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഡയമണ്ട് ആർമർ അവൽ പണി തന്നെ അല്ലേടെ എൻ്റെ പൊന്നെ. ഓക്കെ, നമുക്കങ്ങനെ ഇത് കാരണം നമുക്കങ്ങനെ 40 ടോർച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ടോർച്ച് ഉണ്ടാക്കാം. ഇനി നമുക്ക് അതുവരെ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ വൈ ലെവൽ ഇപ്പം 50 ഉള്ളത്. അവിടെയൊക്കെ ഡയമണ്ട് നല്ലോണം സ്പോൺ ആവും. ഇനി അടുത്ത ഡയമണ്ടിന് എവിടെയാണാവോ? ഇത് തന്നെ ഞാൻ കുറേ സമയത്തിന് ശേഷം കണ്ടുപിടിച്ചതാണ്. അതിൻ്റെ കണ്ണ് മുന്നിലുണ്ടായിരുന്നു, എന്നിട്ടും ഞാനത് കണ്ടില്ല. ഡയമണ്ട് ഒന്നുമില്ല. ഇതൊരു വലിയ ഓപ്പൺ കേവാണ്. ഇവിടെ അങ്ങനെ ആർമർ എങ്ങാനും ഇല്ലാണ്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പെട്ട് തന്നെ പറയാം. പെട്ട് തന്നെ പറയാമെന്നല്ല, പെട്ട്. എങ്ങാനും ഡയമണ്ട് ഉണ്ടാവുമോടെ? ഡയമണ്ട് ഗൈസ്, ഇവിടെ കുറച്ച് ഡയമണ്ട് ഉണ്ട്, ഇതങ്ങ് എടുക്കുക. 2 3. ഇവിടെ എങ്ങാനും ഉണ്ടാവുക? പൊട്ടിച്ച് നോക്കാം. ഇവിടെ എങ്ങാനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭാഗ്യമല്ലേ, ലക്കല്ലേ. അത് നമുക്ക് ടോട്ടല് 7 ഡയമണ്ട് ആയിട്ടുണ്ട്. ഇതിനെക്കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഡയമണ്ട് പിക്കാക്സ്. പക്ഷേടാ, ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തില്ലായിരുന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഒരു പിക്കാക്സ് അങ്ങോട്ട് റെഡിയാക്കാം. ഒരു പിക്കാക്സ് അല്ല, ഡയമണ്ടിൻ്റെ പിക്കാക്സ്. ഗായ്സ്, ഇനി അയൺ പിക്കാക്സ് നമുക്കങ്ങ് എടുത്ത് ചാടാം. പിന്നെ നമ്മളെ ബ്രാൻഡ് ന്യൂ അയൺ പിക്കാക്സ് അല്ല, ഡയമണ്ട് പിക്കാക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇനി നമുക്ക് ഡയമണ്ട് ആർമറും കൂടി വേണം. പിക്കാക്സ് കിട്ടിയതല്ലേ, നമുക്ക് ഏതായാലും ഇതിനെക്കൊണ്ട് ഒരു ബൂട്ട്സ് ഉണ്ടായി കളയാം.
ബൂട്ട്സ്. ഗൈസ് ഞാൻ ഇത് അടുത്ത സെക്ഷനിലായിരിക്കും ഇനി ഒബ്സിഡിയനും മറ്റ് എൻചാൻറ്റിങ് ടേബിളിനുള്ള ഡയമണ്ട്സൊക്കെ മൈൻ ചെയ്യുക. അതുവരെ അങ്ങ് പോവും. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. ഓക്കെ, നീ അവിടെ കിടന്നോടാ ഒറ്റയ്ക്ക്. ഇനി ഈ ബൂട്ട്സ് എന്തിനാ? ഈ ബൂട്ട്സും കളയാം നമുക്ക്. ഇതും വേണ്ട. ഗൈസ് നോക്കിക്കോ, ഇവിടെ ഒരു വലിയ ലാവി ഉണ്ടാവും. ഇവിടെ ഒരു വലിയ ലാവി ഉണ്ട് ഗൈസ്. എൻ്റെ പൊന്നോ, ഗൈസ് ഇവിടെ എങ്ങാനും ഉണ്ട്. ഇതെന്താ ഇവിടെ മുകളിലെന്തോ ഉണ്ട്. ഇവിടെ ഒന്നും ഡയമണ്ട് കാണുന്നില്ലല്ലോ ഡേ. ഇവിടെ എങ്ങനെ ഡയമണ്ട് ഇല്ലേ? ഇതെന്താ ഇവിടെ ഡയമണ്ടിന് ഒടുക്കത്തെ ക്ഷാമാണല്ലോ. അതാ ഇവിടെയോ പോയി ഇടിച്ച്. അവിടെ ഡ്രിപ്പ് സ്റ്റോണില്ല, അല്ലാണ്ട് ഇവിടെ. എൻ്റെ ടോർച്ച് ചേടാ, അത് പോയി. സാരമില്ല, നമുക്ക് വേറെ വെക്കാം. നമുക്ക് ഇനി ഇവിടെയൊക്കെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. അതാ അവിടെ ഒരു ഇതുണ്ട്. എന്തെന്ന് നമ്മുടെ ഒബ്സിഡിയൻ. അതെ ഇവിടെ കുറച്ച് ഡയമണ്ട് ഉണ്ട്, അതെടുക്കാം. ഒന്നേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ അല്ലേ? നമ്മൾ നേരത്തെ മറ്റേത് കുറേ ഉണ്ടാക്കി. ഞാൻ ഓർത്തില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് പോവാം. നമുക്ക് മേലെ ഉണ്ടാവും നോക്കണം ഗൈസ്. മേലൊക്കെ ഡയമണ്ട് സ്പോൺ ആവാറുണ്ട് അധികവും. ഡയമണ്ട് ആർമറായും ഗൈസ്. ഇവിടെ ഏതൊക്കെയോ വഴി കൂടെ പോകുന്നുണ്ട്. ഇതെത്ര ടോർച്ചാട്. സോറി ഗൈസ്, ഈ ഫോണിൻ്റെ കളികൾ ഒക്കെ. ഇവിടെയൊന്നും ഒന്നും കാണുന്നില്ലല്ലോ. ഒന്നും കാണുന്നില്ല. ഇല്ല ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഇനിയും പോയി നോക്കാം. ഇനിയും ഉണ്ടാവും. പോയി ഇവിടെ എല്ലാം ഡെഡ് എൻഡ് ആയിരിക്കും. ഇനി ഇവിടെ ഒന്നുമില്ല. ഡയമണ്ട് ഇല്ലേ? ഡയമണ്ട്സ് എവിടെയാണ് ഗൈസ്? ഒരു ജിയോഡ് ഉണ്ട്, ആമീത്തിസ്റ്റ് ജിയോഡ്. നമുക്കിവിടുന്ന് കുറച്ച് എടുക്കാം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്പൈ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കാം ഗൈസ്. ഇതിൻ്റെ ഒച്ച എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതൊക്കെ കേട്ടോ. ഗൈസ് ഇതിൽ ഒറ്റ ഒന്നും പോലും ഇല്ല. ആമീത്തിസ്റ്റ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഗൈസ് ഇതിൽ ആമീത്തിസ്റ്റ് ഒന്നും വളർന്നിട്ടില്ല. ഇതിനൊരു വളർച്ച വന്നിട്ടില്ല. നമുക്ക് ഇനിയും തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ പോവാം. ഇതൊന്നും ഡയമണ്ട് ഒന്നുമില്ല. ആകെ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ 2 ഡയമണ്ടാണ്. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനോളി? ഡയമണ്ട് ഉണ്ടായാൽ മതി. പൊന്നോ, ഇവിടെ ഒന്നും ഒരു കിണ്ടി കാണുന്നില്ല. പൊന്നെ ഭാഗ്യം, ഈശ്വരൻ്റെ കൃപ, അല്ലാതെ എന്തു പറയാൻ. ഇവിടെ ഒന്നും ഡയമണ്ട്സ് ഇല്ലേ ഡേ. ഗൈസിന് അടുത്ത ഡയമണ്ട് ഇനി എപ്പോൾ കിട്ടുക? ഓൾമോസ്റ്റ് ഇനി 2 ഡയമണ്ട് ഉണ്ട് നമ്മളെ കയ്യിൽ. അത് വെച്ചൊന്നും നടക്കത്തില്ല. എൻ്റെ പൊന്നോ, ഹാർട്ട് അറ്റാക്ക് വന്നു പോയി. ഇവിടെ എൻ്റെ ഈ ഫോണിൻ്റെ ഈ FPS തീരെ ശരിയില്ല. ഇത് ഞാൻ എപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ഒന്ന് നേരെയാവും ഫോണേ. FPS കൊണ്ട് ഞാൻ സ്പീഡ് റൺ ചെയ്യാൻ പോവാണ്. ഡയമണ്ട് കിട്ടി. ഇനി അടുത്ത ഡയമണ്ട് കിട്ടിയിട്ടാകുമ്പോൾ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് ഡയമണ്ട് കിട്ടി കുറച്ചും കൂടെ. ഇതും നമുക്ക് എടുക്കാം. ഇതെത്ര ഉണ്ടാവും? 4 5 6 ഡയമണ്ട് ആയിട്ട് 7 ഡയമണ്ട് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് 7 ഡയമണ്ട്. മോനെ, അടിപൊളി. ഈ കേവ് അത്ര ലക്കിയല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോ കണ്ടുപോയി മനസ്സിലാവും. അവിടെ ഡീപ്പ് സ്ലേറ്റ് എമറാൾഡ്. എൻ്റെ പോനെ, അതൊരു ലക്കി കേവ് ആയിരുന്നു. ലക്കി എന്നൊക്കെ വെച്ചാൽ ഗൈസ് എനിക്ക് ഇവിടുന്ന് ഇതൊന്ന് മറികടക്കണം. ഓക്കെ
മാറിപ്പോടാ. എൻ്റെ പൊന്നെ, ഈ വെള്ളം ഇവിടെയൊന്നും ഡയമണ്ട് കാണുന്നില്ലല്ലോ. ഈ 7 ഡയമണ്ട് വെച്ചിട്ട് നമുക്കതൊക്കെ ചെയ്യാൻ കഴിയുക. ഈ ഡയമണ്ട് ടൂൾസ് ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്യാം ഗൈസ്. അത് ഇന്നാവും തോന്നുന്നില്ല. ഇപ്പം തന്നെ ഞാൻ അരമണിക്കൂറിൻ്റെ അടുത്തായി. ഏകദേശം ഡീപ്പ് സ്ലേറ്റ്, ഡയമണ്ട് ഇതുണ്ടാക്കാം, ലെഗിൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഇവനും വേണ്ട, നീയും വേണ്ട. ഇവനെ നമുക്കെടുത്ത് വെള്ളത്തിൽ ചാടാം, അല്ല ലാവേ ചാടാം. വെള്ളം ഓടാ. ഗൈസ് ഇവിടെ ഒബ്സിഡിയൻ. ഗൈസ് നമുക്കിതെടുക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യൂടെ? അമ്മോ, ഈ MLG ഭയങ്കര പാട് പിടിച്ച പണിയാ. അമ്മോ, ഇവിടെയൊന്നുമില്ല. ഇവിടെ ഒന്നും ഡയമണ്ട് ഇല്ലടേ. എന്തൊരു വിധി ഇത്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല. ഇതൊന്നും കാണുന്നത്. ഇവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ നേരത്തെ. ഇനി എവിടെ ആയിരിക്കും ഇനി അടുത്ത ഡയമണ്ട്? എവിടെ ആയാലും കിട്ടിയാൽ മതി എൻ്റെ കയ്യിൽ. അതാ ഇവിടെ കുറച്ച് ഡയമണ്ട്. ഓക്കെ, 2. ഓക്കെ, ഇവിടെ നിന്ന് ഡയമണ്ട്സ്. നോ ഡയമണ്ട്സ് 2. ഓക്കെ, ഇവിടെ നിന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് പോവാം. എന്താ? ലാവ. ഇവിടെ നിന്ന് ഡയമണ്ട് കാണുന്നില്ല. നമുക്ക് പോവാം. ഇവിടെ നിന്ന് ഉണ്ടാവാൻ ചാൻസും ഇല്ല. അതെന്ന് വെച്ചാൽ ഇതൊരു കുഞ്ഞി കേവാ. ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് എപ്പോൾ മിസ്സാവാറുണ്ട് അധികവും. ഞാൻ അതുകൊണ്ട് ഇതൊക്കെ നോക്കി പോവും. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ലടോ. എടാ, എൻ്റെ ടോർച്ച് ഇങ്ങനെ തീരാറായല്ലോ. എൻ്റെ ടോർച്ച്. ഓക്കെ, 28. ഇവിടെയൊന്നും ഡയമണ്ട് ഇല്ലടേ. ഇത് ഭയങ്കര ഡയമണ്ടിന് ക്ഷാമമുള്ളൊരു കേവാണ്. റെഡ് സ്റ്റോൺ കുറേ ഉണ്ട്. ഉള്ള കാര്യം ഞാൻ പറയാം, ഇഷ്ടം പോലെ റെഡ് സ്റ്റോൺസ് ഉണ്ട് ഇവിടെ. ഇനി ഇങ്ങോട്ട് ഞാൻ വരൂലടേ. അമ്മാതിരി വൃത്തികെട്ട കേവ് ഇത്. അമ്മാതിരി ഒരു ഡയമണ്ട് പോലും ഇല്ലയെന്ന് വെച്ചാൽ പൊന്നോ. ഇവിടെ ഡയമണ്ട് ഉണ്ട്. ഇത് ഞാൻ മിസ്സായി. ഇനി ഇവിടെ എങ്ങനെ ഉണ്ടാവുക? ഇവിടെ ഉണ്ടാ? ഇങ്ങോട്ട് വാടാ കുട്ട. അതൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യാം. 4 ഡയമണ്ടായി. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ നോക്കട്ടെ. ഇല്ല, ഒന്നും കൂടി വേണം. ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കാൻ. ഗൈസ്, നമുക്ക് ഹെൽമെറ്റിന് ഓരോ ഫസ്റ്റ് ചെസ്റ്റ് പ്ലേറ്റ് തന്നെ ഉണ്ടാക്കാം. ഹെൽമെറ്റ് പിന്നെ ഉണ്ടാക്കാം. ഹെൽമെറ്റ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. മറ്റില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. മുകളിൽ ഞാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മൈൻ ഷാഫ്റ്റ് കിട്ടും. ഞാൻ പറഞ്ഞില്ല ഒന്നും വേണ്ട. ഇതൊക്കെ എന്തിനാടേ? എന്തിനാണ് അത്? ഞാൻ വെറുതെ പോയി ചാടി. എൻ്റെ അമ്മോ, നമുക്ക് ഈ വെള്ളത്തിൽ കയറി അങ്ങ് മേലേക്ക് പോഞ്ഞു പോവാം. അയ്യേ, ലാവ ചമ്മി. നമുക്ക് മേലേക്ക് പോവാം. ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ഈ കേവിൽ വെച്ചിട്ട് തന്നെ ചെയ്യും. ഇനി ഓരോന്നിട്ട് പോകാനൊന്നും കഴിയല്ല. അമ്മോ, ഞാൻ ഇപ്പോൾ തന്നെ അരമണിക്കൂറായി ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ പോയാൽ എൻ്റെ ഫോണിൻ്റെ അവസ്ഥ MB GB ഒക്കെ തീരും. ഇപ്പം തന്നെ അരമണിക്കൂറായി കളിക്കാൻ തുടങ്ങിയിട്ട്.
എൻ്റെ ചാർജ് 59%. ഈ FOV അല്ല FPS വീണ്ടും പണി തന്നു. ഇങ്ങനെ ഡയമണ്ട് ഇത് ഞാൻ നേരത്തെ വന്ന സ്ഥലമല്ലേ? ഏതാ കൊണ്ട് പോണ്ട, ഒരു രസൂല കാണാൻ. എത്ര ടോർച്ചാടേ. ഓക്കെ, ഒന്നും ആവില്ലടാ. തമ്പുരാനൊന്നും ആവില്ല. തമ്പുരാൻ ഫയറാടാ. ഇതാ ഇത് എത്ര ടോർച്ചാടി ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന അറിയാണ്ട്. എൻ്റെ പൊന്നോ, കുറേ ലാവ കാണുന്നുണ്ട്. ഡയമണ്ട് ഒന്നും കാണുന്നില്ല. ഡയമണ്ട് ഇല്ല. നോ ഡയമണ്ട്സ്. ഇവിടുന്ന് നമുക്ക് ഇത് ചെയ്യാം. ഞങ്ങൾ അടിയിലോട്ട് വന്നത് ഏതായാലും ലാഭമായി നമുക്ക്. അതെന്ന് വെച്ചാൽ ഇവിടെ എങ്ങാനും ഡയമണ്ട്സ് അടിയിലോട്ടാണ് അധികം സ്പോൺ ആവാറ്. ഇവിടെ ഒന്നുമില്ല നമുക്ക്. സ്പോണർ ഇതേത് സ്പോണറാ? ഇതേതാ ഗൈസ് സ്പോണർ? ഒരു സ്പൈഡർ സ്പോണർ അല്ലേ? ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഇതൊക്കെ എടുക്കുക. ഗൺ പൗഡർ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് കുത്തിക്കയറ്റാം. ഇത് ഗോൾഡ് ഇരുന്നോട്ടെ. അപ്പുറത്തേതോ എന്താണ്? ഗോൾഡൻ ആപ്പിള്. ഓക്കെ, ബ്രെഡ് എടുക്കുക. ഓക്കെ, സ്ട്രിങ്. ഓക്കെ, നമുക്ക് അതിന് പോവാം. ഞാൻ അവിടെ എന്തിനോ ഒരു ടോർച്ച് ഊർത്തി വെച്ചിന്. ഇനി എപ്പോൾ പോലും എനിക്ക് അടുത്ത ഡയമണ്ട് കിട്ടുക. ഓക്കെ, ഇവിടുന്ന് അയ്യോ അമ്മ ചത്ത് തന്നെ വിചാരിച്ചത്. എന്തോ ആടേ, ഞാനിത് എങ്ങോട്ടൊക്കെയോ പേടിയാന്ന്. ഞാൻ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് ഗൈസ്. ഞാനിതെന്ത് എനിക്ക് PvP മൾട്ടിപ്ലെയർ കളിക്കണമെന്നുണ്ട്. ഡയമണ്ട് അങ്ങോട്ടും വരെ നമ്മളെങ്ങനെ എത്തും? കുറച്ച് ടാസ്ക് അല്ലേ? അല്ല, ടാസ്ക്കൊന്നുമല്ല. നമുക്ക് നേരെ ഇതിൻ്റെ മുന്നോട്ട് ഒരു ബ്രിഡ്ജ് ചെയ്യാം. ഡീപ്പ് സ്ലേറ്റ് എവിടെ? ഡീപ്പ് സ്ലേറ്റിങ്. ഓക്കെ, ഡയമണ്ടിൻ്റെ അടുത്ത് എത്തി നമ്മൾ. ഇല്ല, ഇനി എത്താനുണ്ട് ഗൈസ്. നമ്മൾ ഡയമണ്ടിനെ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇത് ലാവയിൽ വീഴാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ മൈൻ ചെയ്തെടുക്കുമ്പോൾ ഇത് മിക്കവാറും ലാവയിലേക്ക് ഇനി വീഴില്ല. എൻ്റെ അതിലോട്ട് വന്നത് ഗൈസ്. അവിടെ കുറച്ചും കൂടി ഉണ്ട് അതിലോട്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോയി. ഇനി നീ എൻ്റെതാടാ. ഒരു ടോർച്ചൊന്നും വേണ്ട ഇവിടെയൊക്കെ. എന്തിനു ടോർച്ച്? 6 ഡയമണ്ടായി. നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ആക്കാൻ 1 2 3 4 7 എണ്ണം വേണം അല്ലേ? ഇനി 7 എണ്ണം വേണം. ടൂൾസ് ഞാൻ നാളെ ഏതായാലും ആക്കുന്നുള്ളൂ. ഇന്നിനി ആക്കാൻ കഴിയില്ല. ഞാൻ ആകെ മൊത്തത്തിൽ ടയേർഡായി. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എനിക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയോ എന്തോ. ഇവിടെ അങ്ങോട്ടൊക്കെ കുഞ്ഞി കേവ്സ് ഉണ്ട്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് അധികം എനിക്ക് തോന്നുന്നുള്ളത്. ടോർച്ച് വീണ്ടും തീർന്നു. ഇത് എന്തോന്നാടേ ഇത്? 15. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും ഡയമണ്ട് ഇല്ലല്ലോ. ഇവിടുന്ന് കുറച്ച് കിട്ടി ഡയമണ്ട്. ഇത് അത്ര ഉണ്ടാവും? 1 2 ഇനിയും ഉണ്ടാ? അവിടെയും ഉണ്ടാ? 8 ഇനി 10 11. ഇനി നമുക്ക് നേരം പോയിട്ട് ചെസ്റ്റ് പ്ലേറ്റ് റെഡിയാക്കാം. ചെസ്റ്റ് പ്ലേറ്റ് ഹെൽമെറ്റ് ആക്കാൻ ഇനി 2 എണ്ണം കൂടി മതി ഗൈസ്. എങ്ങനെയെങ്കിലും ആ 2 എണ്ണം നമുക്ക് ഒപ്പിക്കാം. കമോൺ, വി ക്യാൻ ഡു ഇറ്റ്. എന്നിട്ട് അപ്പാടി ഞാൻ ഈ എപ്പിസോഡല്ല, സോറി, ഈ വീഡിയോ നിർത്തുകയും ചെയ്യും. ഓക്കെ, അതിന് നീ പോടാ. നിൻ്റെ ഒന്നിന് ആവശ്യമില്ല.
ബാക്കി ടൂൾസ് നാളെയാണ്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ടൂൾസൊക്കെ നാളെയാണ് ഞാൻ സെറ്റാക്കുക. ഓക്കെ, ഇവിടുന്ന് കുറച്ച് അത് ഇവിടെയും ഉണ്ട്. ഇതെത്രക്ക് ഉണ്ടാവും ഒന്ന് ഗൈസ്. നമ്മളങ്ങനെ ഫുള്ളി ഡയമണ്ട് ആർമർ ആയിട്ടില്ല, ഇപ്പം ആവും. അവർക്കല്ലോ ഗൈസ്. ടൂൾസ് നമുക്ക് കുറച്ച് അത്യാവശ്യം ടൂൾസൊക്കെ ഡയമണ്ട് ടൂൾസ് ആക്കാം ഗൈസ്. ഇതെന്താണ് ഈ വലിയ ഹോള് ഗൈസ്? ഞാൻ എങ്ങോട്ടൊക്കെയോ എത്തിയിട്ടുണ്ട്. ഇവിടെ എങ്ങാനൊന്നും ഉണ്ടോ? ഇവിടെ ഇനിയും ഉണ്ട് ഡയമണ്ട്സ്. എന്താണ് ഡയമണ്ടിൻ്റെ പൂരാ ഗൈസ്. നമുക്ക് 9 ഡയമണ്ട് ഉണ്ട്. ഇത് ധാരാളമായിരിക്കും. ഓക്കെ, ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്കിനി ഇവിടുന്ന് പോവാം. ഈ സ്ഥലം കുറച്ചൊരു ഡേഞ്ചർ സ്ഥലം പോലെ തോന്നുന്നു എനിക്ക്. എന്തുകൊണ്ടാണെന്നൊന്നും ചോദിച്ചേക്കല്ലേ, അതൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു ഡേഞ്ചർ തോന്നുന്നു, അത്ര തന്നെ. ഇവിടെ ഈ സ്ഥലം ഇവിടെയും ഉണ്ട്. ഇത് ഡയമണ്ട് കിട്ടൂല എന്ന് നോക്കുമ്പോഴേക്ക് കുറേ ഡയമണ്ട് 10 ആയി ഇപ്പം തന്നെ. നമുക്ക് ഇന്ന് തന്നെ 11. നമുക്ക് ഇന്ന് തന്നെ ടൂൾസും സെറ്റ് ചെയ്യാൻ കഴിയും കേട്ടാ. ഞാൻ എൻ്റെ വാക്ക് തിരിച്ചെടുത്തു. ഞാൻ ഇന്ന് തന്നെ ടൂൾസ് സെറ്റ് ചെയ്യും ഗൈസ്. നമുക്കിപ്പം തന്നെ 12 ഡയമണ്ട് ആയിട്ടുണ്ട് മോനെ. അതാ അടുത്തത്. എന്തോടെ ഇത്? എക്സ്ട്രീം ലക്കാണ്. ഈ കേവ് ലക്കിയാണ്, അൺലക്കി അല്ല. ഇവിടെ ഒന്നുമില്ല. നമുക്ക് പോവാം. ഇവിടെ എങ്ങാനും ഞാൻ മിസ്സായി പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, മിസ്സായി പോയിട്ടില്ല. അങ്ങോട്ടൊക്കെ കയറി നോക്കാം. പക്ഷെ അങ്ങനെ എൻ്റെ ടോർച്ച് തീർന്ന്. പക്ഷെ എൻ്റെ ടോർച്ചൊക്കെ തീർന്നു. എന്നിട്ട് ഞാൻ ഫുള്ള് ഡയമണ്ട് ആർമർ ആവാൻ പോവുകയാണ്. ഡയമണ്ട് ആർമറിലേക്ക് ആയി മാറാൻ പോവുകയാണ്. ഇനി നിങ്ങളെല്ലാവരും അത് കൺകുളിരെ കണ്ടോളൂ ഗായ്സ്. അങ്ങനെ ഞാൻ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെക്കുന്നു. ഹെൽമെറ്റ് എടുക്കുന്നു. ഇതങ്ങ് ഊരുന്നു ഗായ്സ്. ഗായ്സ്, തിളങ്ങണേ. ആ തിളക്കം കണ്ടോ മക്കളെ? എത്ര നേരത്തെ കഷ്ടപ്പാടായിരുന്നു അറിയാം. അങ്ങനെ ഫുള്ള് ഡയമണ്ട് ആർമർ ഞാൻ ആയിട്ടുണ്ട്. ഇനി ടൂൾസും കൂടി സെറ്റാക്കും ഗൈസ്. ഞാൻ ഇനി ടൂൾസ് സെറ്റാക്കട്ടെ. ഇനി വടി വേണ്ടേ? പറയും പോലെ ടൂൾസിനെല്ലാം വേണ്ടുന്നത് വടിയാണ്. ഒരു സോർഡ്, ഒരാക്സ്, ഒരു ഷവലുണ്ടാക്കാൻ മാത്രം സ്റ്റിക്കില്ല അല്ലേ? അതല്ല, ഷവലുണ്ടാക്കാൻ സ്റ്റിക്ക് ഒന്നും കൂടി വേണം. അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ്. ഹോ നമുക്കിപ്പോൾ ഉണ്ടാക്കണ്ട. നമുക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാം. നമുക്ക് ഇനി എത്ര ഡയമണ്ട് ഉണ്ട്? ആ 2 ഡയമണ്ട്സ് നമുക്ക് എൻചാൻറ്റിങ് ടേബിളിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഒബ്സിഡിയൻ ഇനി മൈൻഡ് ചെയ്താൽ ഞാൻ ആദ്യം അങ്ങോളം വരെ പോകണം. അതിനൊന്നും ഇപ്പോൾ കൈയല്ലേ ഇനി. അമ്മോ, നമുക്ക് ഇവിടെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് തരാം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യും. എൻ്റെ പൊന്നോ. ഓക്കെ, ഞാൻ ഇവിടെ ഒന്നും ഡയമണ്ട് ഇല്ല. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ ഡയമണ്ട് മൈനിങ് എപ്പിസോഡ്. നമ്മൾ അങ്ങനെ ഫുള്ള് ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത എപ്പിസോഡായി വരുന്നവരേക്കും ബൈ.